ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കിൻ്റെ അവസാനത്തെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇനിയും 3-4 ടോപ്പിക്കുകളും കൂടി ഉണ്ട്. അതോടെ നമ്മളുടെ തേർഡ് മൊഡ്യൂൾ അവസാനിക്കുള്ളൂ. പക്ഷേ ഈ ഒരു മേസൺട്രി എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഒരു വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കായിരുന്നു. നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവും, സ്റ്റോൺ മേസൺട്രി പഠിച്ചായിരുന്നു, ബ്രിക്ക് മേസൺട്രി. അപ്പോൾ അതിൻ്റെ ഒരു അവസാനമാണ് ഇപ്പോൾ ഇന്ന് പറയാൻ പോണത്. ബോണ്ടിങ് ആണ് അതിൻ്റെ ഒരു ടോപ്പിക്കിൻ്റെ പേര്. ഓക്കെ, പലതരത്തിലുള്ള ബോണ്ട് ഉണ്ട്. നമ്മൾ സ്റ്റോൺ മേസൺട്രിയിൽ പഠിച്ചല്ലോ, പലതരത്തിലുള്ള സ്റ്റോൺ മേസൺട്രീനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പഠിച്ചു. അതേപോലെ നമ്മളുടെ ബ്രിക്ക് മേസൺട്രീനെ രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. രണ്ടല്ല, വേറെ കുറേ രീതിയിൽ നമ്മൾ തരംതിരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ പറയാൻ പോണത് ഒരു 2 ടൈപ്സ് മാത്രമേ ഉള്ളൂ. അതാണ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഫിഗറിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ 3 ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് അവസാനത്തെ രണ്ടാമത്തേതാണ്. മുകളിലത്തെ സ്ട്രെച്ചർ ബോണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അല്ലേ. എങ്ങനെയാണ് സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിലെങ്ങനെയുള്ളത്. ഇപ്പോൾ ഒരു ബ്രിക്കിന് നമ്മൾ പറയാറുണ്ട് സൈസ് എങ്ങനെയാണ്, 20x10x10, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സൈസ് പറയുകയാണെങ്കിൽ 19x9x9. അപ്പോൾ ആ 20 എന്നുള്ള സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് ഇങ്ങനെ വെക്കുക പുറമേക്ക് കാണുന്ന രീതിയിൽ. നിങ്ങൾ സ്ട്രെച്ചർ ബോണ്ടിൻ്റെ മുകളിൽ ശ്രദ്ധിച്ചാൽ കാണാം 20 എന്നുള്ള സൈസാണ്. ആ ഫസ്റ്റ് കോഴ്സ് കണ്ടോ, ഫസ്റ്റ് ലെയർ എല്ലാം ആ 20 സൈഡാണ് നമുക്ക് കാണുന്നത്. സെക്കൻഡ് ലെയർ നോക്കുക, സെക്കൻഡ് ലെയറിൻ്റെ ആദ്യത്തെ കല്ല് മാത്രമേ ചെറുതായിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള കല്ലുകളൊക്കെ സ്ട്രെച്ചർ കോഴ്സാണ്. ഓക്കെ, അതിൻ്റെ മുകളിലത്തെ കല്ല് നോക്കുക, എല്ലാം സ്ട്രെച്ചറാണ് അല്ലേ. അതാണ് ആ തരത്തിലുള്ള ഒരു ബോണ്ടിങ്ങിനെ പറയുന്ന പേരാണ് സ്ട്രെച്ചർ ബോണ്ട്. എല്ലാം ആ 20 സൈഡ് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന എലിവേഷനിൽ കാണുന്ന വ്യൂവിൽ 20 സെൻറ്റിമീറ്റർ ആയിരിക്കും നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റുക. ആ രീതിയിൽ സെക്കൻഡ് ലെയറിൽ പിന്നെ എല്ലാ ഈവൻ കോഴ്സിലും ആദ്യത്തെ കല്ല് മാത്രം കുറച്ച് ചെറിയ കല്ലായിരിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൂൾസ് ഞാൻ അവസാനമായിട്ട് പറയും. ഓക്കെ, കല്ലുകളുടെ വെർട്ടിക്കൽ ജോയിൻസ് ഉണ്ടല്ലോ, ആ വെർട്ടിക്കൽ ജോയിൻസ് ഒരിക്കലും ഒരേപോലെ ഒരേ ലൈനിൽ വരാൻ പാടില്ല. ആ വന്നു കഴിഞ്ഞാൽ ഒരു ഇൻ്റർലോക്കിംഗ് അറേഞ്ച്മെൻറ്റ് കിട്ടൂല. ഓക്കെ, അപ്പോൾ അത് ചെറിയൊരു കാരണമായിട്ട് ഞാനിപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടുമാണ്. അപ്പോൾ അതിൻ്റെ ഫിഗർ ഒന്ന് നോക്കുക. ഇംഗ്ലീഷ് ബോണ്ട് കണ്ടോ, ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ഫസ്റ്റ് ലെയർ നിങ്ങൾ നോക്കുക എങ്ങനെയുണ്ട്, എങ്ങനെയാണുള്ളത്. ഫസ്റ്റ് ലെയർ ഫുള്ള് സ്ട്രെച്ചർ ബോണ്ടാണ് കണ്ടോ, സ്ട്രെച്ചറാണ്. 20 സെൻറ്റിമീറ്റർ ഭാഗമാണ് കാണുന്നത് അല്ലേ. ഫസ്റ്റ് ലെയർ ഇംഗ്ലീഷ് ബോണ്ട്. രണ്ടാമത്തെയാണ് ഫിഗറിൽ ഇംഗ്ലീഷ് ബോണ്ടിൽ ഫസ്റ്റ് ലെയർ മുഴുവനായിട്ട് എന്താണ്, സ്ട്രെച്ചർ കോഴ്സാണ്. സെക്കൻഡ് ലെയറോ, സെക്കൻഡ് ലെയർ സ്ട്രെച്ചർ കോഴ്സാണോ? അല്ല. സെക്കൻഡ് ലെയർ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യണത്, നമ്മൾ 10 സെൻറ്റിമീറ്ററിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ 20 സെൻറ്റിമീറ്റർ നേരെ പെർപെൻഡിക്കുലറായിട്ട് വെക്കുക, നേരാണ്ട് ഫേസ് തിരിക്കുക. അപ്പം ഇങ്ങനെ ഇടുക, ആ 10 സെൻറ്റിമീറ്ററിൻ്റെ ഭാഗമല്ല ഇട്ടുക. 20x10x10 എന്നുള്ള ഒരു ബ്രിക്ക് ആണെങ്കിൽ ആ 10x10 എന്നുള്ള ഫേസ് ഉണ്ടല്ലോ, ആ ഫേസ് ഇങ്ങനെ പുറമേക്ക് കാണുന്ന രീതിയിൽ രണ്ടാമത്തെ ലെയർ വെക്കുക. ഇനി മൂന്നാമത്തെ ലെയറോ, മൂന്നാമത്തെ ലെയർ വീണ്ടും സ്ട്രെച്ചർ വെക്കുക. നാലാമത്തെ ലെയറോ വീണ്ടും ഹെഡർ വെക്കുക. ഹെഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ 10x10 എന്നുള്ള സൈഡ്, 20x10x10 ബ്രിക്കാണെങ്കിൽ ആ 10x10 എന്നുള്ള സൈഡിലുള്ള ആ ഫേസിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ ഒരു കോഴ്സ് മൊത്തം സ്ട്രെച്ചറായിരിക്കും, അതിൻ്റെ അടുത്ത കോഴ്സ് മൊത്തം എന്തായിരിക്കും, ഹെഡറായിരിക്കും. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ ഫ്ലെമിഷ് ബോണ്ടിൽ നോക്കുക. അപ്പോൾ ഫ്ലെമിഷ് ബോണ്ടിൽ എങ്ങനെയാണ് ഉണ്ടാവുക, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ വെച്ച് കാണിക്കണത്. ഓക്കെ, ഫ്ലെമിഷ് ബോണ്ട് ആകുമ്പോൾ ആദ്യത്തെ കല്ല് ഒരു കോഴ്സ് തന്നെ നോക്കുക, ഒരൊറ്റ ലെയർ, ആ ഒരു കോഴ്സ് നോക്കുക. അതിലെങ്ങനെയുള്ളത്, ആദ്യം സ്ട്രെച്ചർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടുത്ത കല്ല് ഏതാണ്, ഹെഡറാണ്. അടുത്ത കല്ല് എന്തായി, സ്ട്രെച്ചറായി. അത് ഒറ്റ ലെയറിൽ തന്നെ മാറി മാറിയാണ് നമ്മൾ എന്ത് വെക്കണത്, കല്ല് വെക്കണത്. ഓക്കെ, ആ കല്ലുകൾ നമ്മൾ എങ്ങനെയാണ്, ഒന്ന് നേരെ വെക്കുകയാണെങ്കിൽ ഒന്ന് നേരെ പെർപെൻഡിക്കുലറായിട്ട് വെക്കും,
അടുത്ത കല്ല് വീണ്ടും 20 സെൻറ്റിമീറ്റർ കാണുന്ന രീതിയിൽ വെക്കും. അടുത്ത കല്ല് വീണ്ടും എങ്ങനെയാക്കി അത് നേരെ പെർപെൻഡിക്കുലറായിട്ട് വെക്കും. അങ്ങനെ മാറി 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 വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ, അത് എല്ലാ ലെയറിലും അതേപോലെ തന്നെയാണ്. നിങ്ങൾ മുകളിലത്തെ സെക്കൻഡ് ലെയർ നോക്കുക, അതിൽ ആദ്യത്തെ കല്ല് നമ്മൾ ബേസിക്കലി ക്യൂൻ എന്നാ പറയുക, QUOIN. ഓക്കെ, QUOIN. ഓക്കെ, ആദ്യത്തെ കല്ല് ക്യൂ എന്ന് പറയും. അടുത്ത കല്ല് നമ്മൾ ഏതാ വെച്ച്, ഹെഡറ വെച്ച്. പിന്നെ ഏതാ വെച്ച്, പിന്നെ വെച്ചതാണ് സ്ട്രെച്ചർ. പിന്നെ വെക്കണത് ഏതാ, പിന്നെ ഹെഡർ, പിന്നെ സ്ട്രെച്ചർ, പിന്നെ ഹെഡർ, പിന്നെ സ്ട്രെച്ചർ. അങ്ങനെ ഒരൊറ്റ ലെയറിൽ നിങ്ങൾ നോക്കിയാൽ ഒരു വരീനെയാണോ ലെയർ എന്ന് പറയണത്. ആ ലെയർ എന്നല്ല നമ്മൾ എങ്ങനെ ബോണ്ടിൽ പറയണത്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ലെയർ എന്നാണ്. കോഴ്സ് എന്നാണ് പറയുക. ഒരു വരിയിൽ ഇങ്ങനെ ഒരു കല്ലിങ്ങനെ വരിക്കിങ്ങനെ വെക്കുകയല്ല ചെയ്യുക, മോളിക്കല്ല, അതിൻ്റെ നേരെ ഒപ്പം വെക്കണ കല്ലുകൾ. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് കോഴ്സ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത. കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബെഡ് എന്ന് പറഞ്ഞാൽ എന്താ. ബെഡ് എന്ന് പറഞ്ഞാൽ അടിയിലുള്ള, നമ്മൾ ആ അടിയിൽ ബ്രിക്കിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു അടിയത്തെ പോർഷനെയാണ് നമ്മൾ ബെഡ് എന്ന് പറയുക. അതന്നെ സ്റ്റോണിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, ബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോണിനെ വെട്ടിപ്പൊളിക്കാൻ, കഷ്ണമാക്കി മാറ്റി നമ്മൾ എന്താ പറയുക, പീസാക്കാനുള്ള ആ ഒരു പ്ലെയിൻ ഉണ്ടാവും. ആ പ്ലെയിനിനെ പറയുന്ന പേരാണ് ബെഡ് എന്നുള്ളത്. അല്ലേ, രണ്ടും വ്യത്യാസമുണ്ട്, ഒന്ന് ഓർത്ത് വെക്കുക. ബെഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റോണിലാണെങ്കിൽ അത് മുറിക്കാനുള്ള ക്ലീവേജ് പ്ലെയിനിനെയാണ് നമ്മൾ ബെഡ് എന്ന് പറയുക. അതിൻ്റെ ബ്രിക്ക് ആവുമ്പോൾ ബെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിവശം. നമ്മളൊരു സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് ഇട്ടതിന് ശേഷമാണ് കല്ലുകൾ വെക്കുക. അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഠിക്കണ സമയത്ത്, ഇഷ്ടിക പഠിക്കണ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഇംഗ്ലീഷ് ബോണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ട് എങ്ങനെയായിരുന്നു, ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ആർ ലെയ്ഡ് ഇൻ ഓൾട്ടർനേറ്റ് കോഴ്സ്. എങ്ങനെയാ വെച്ചത്, താഴത്തെ ലെയർ ഹെഡറും മുകളിലത്തെ ലെയർ താഴത്തെ ലെയർ സ്ട്രെച്ചറും മുകളിലത്തെ ലെയർ ഹെഡറും. അങ്ങനെ ഓൾട്ടർനേറ്റ് കോഴ്സിൽ എങ്ങനെയാ വെച്ചത്, ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ആർ ലെയ്ഡ് ഇൻ ഓൾട്ടർനേറ്റ് കോഴ്സ്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുമല്ലോ തേർഡ് ഇയർ കഴിയുമ്പോൾ, അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും. എന്നുവെച്ചാൽ നമുക്ക് എന്നും കൺഫ്യൂഷനാവും, ഇംഗ്ലീഷ് ഏതാണ് ഫ്ലെമിഷ് ഏതാണ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ മൊത്തം ഒരു വരി മൊത്തം സ്ട്രെച്ചർ ബോണ്ടായിരിക്കും, അതിൻ്റെ മുകളിലത്തെ വരി മൊത്തം എന്തായിരിക്കും, ഹെഡറായിരിക്കും. ഓക്കെ, ഇതാണ് സ്ട്രോങ്ങസ്റ്റ് ടൈപ്പ് ഓഫ് ബോണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർലോക്കിംഗ് അറേഞ്ച്മെൻറ്റ് കിട്ടും, ആ ഒരു രീതിയിലാണ് നല്ലൊരു ഉറപ്പ് കിട്ടും നമുക്ക്. പിന്നെന്താണ്, ഒരു റഫ് അപ്പിയറൻസ് തരുന്നുണ്ട് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ. പിന്നെന്താണ്, ആബ്സെൻസ് ഓഫ് വേർട്ടിക്കൽ ജോയിൻസ്. വേർട്ടിക്കൽ ജോയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരേ ലെവലിൽ ഇങ്ങനെ കല്ല് വെച്ച് പോകും, ഒരു കല്ല് അതിൻ്റെ മുകളിൽ വേറൊരു കല്ല്, അതിൻ്റെ മുകളിൽ വേറൊരു കല്ല്, അങ്ങനെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഉറപ്പ് കിട്ടുമോ? അത് അങ്ങനെ നമ്മൾ വെച്ച് പോകുമ്പോൾ നമ്മളൊരു ചവിട്ടുകയാണ് ആ ഒരു സ്ട്രക്ചറിനെ. അങ്ങനെ ആകുമ്പോൾ അതിന് പെട്ടെന്ന് അടർന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതന്നെ ഒരു കല്ലിൻ്റെ മുകളിലായിട്ടല്ല, രണ്ട് കല്ലുകളുടെ ഇടയിൽ ഇപ്പോൾ ഒരു ജോയിൻറ്റ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. രണ്ട് കല്ല് വെച്ചു, ഇപ്പോൾ താഴത്തെ ലെയറാണ്, രണ്ട് കല്ല് വെച്ച് ആ ജോയിൻ്റ് ഉണ്ടല്ലോ, ആ ജോയിൻറ്റിൻ്റെ ആ സെൻറ്ററിൻ്റെ അതിൻ്റെ മുകളിലായിട്ട് ഒരു കല്ല് വെക്കുകയാണ്. ഓക്കെ, അതിൻ്റെ മുകളിലായിട്ട് വെർട്ടിക്കൽ ജോയിൻസ് കണ്ടിന്യൂസ് ആയി വരാത്ത രീതിയിൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കുക, സ്വാഭാവികമായിട്ട് അവിടെ ഒരു ബോണ്ടിങ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഇവിടെ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുതലാണ്. ഓക്കെ, പിന്നെന്താണ്, സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം, അത്ര ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ അറ്റൻഷൻ ഈസ് നോട്ട് റിക്വയർഡ്. പിന്നെന്താ പ്രോഗ്രസ് ഓഫ് ദ വർക്ക് ഈസ് മോർ. പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യും വർക്കുകളൊക്കെ, ചടപടെ എന്ന് പറഞ്ഞിട്ട് പരിപാടി പെട്ടെന്ന് തീരും. പിന്നെന്താണ്, കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വർക്കാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ബ്രിക്ക് ബാറ്റ് ഉപയോഗിക്കണില്ല. ബ്രിക്ക് ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ പറഞ്ഞ്, കട്ട് ചെയ്യുക അല്ലേ, ബ്രിക്കിനെ കട്ട് ചെയ്യുക, വെടുത്ത് വൈസ് കട്ട് ചെയ്യുക. വെടുത്ത് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 20 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ നേരെ പകുതി 10 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യുക. അതിനെയാണ് ബ്രിക്ക് ബാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതന്നെ നമ്മളെന്താണ് വേറെ രീതിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്ലോസർ എന്ന് പറഞ്ഞായിരുന്നു അല്ലേ, രണ്ട് സൈഡും കൂടി കണക്കാക്കിയിട്ട് ഒരു വിഡ്ത്തും ഒരു ലെങ്ത്തും
അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് അതിനെ ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, പലതരത്തിലുള്ള ക്ലോസർ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിക്ക് ബാറ്റ് ഉപയോഗിക്കാത്തതുണ്ട്. ബ്രിക്ക് ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇഷ്ടിക എല്ലാം നല്ലതാവണമെന്നില്ല. ചില സമയത്ത് ചില ഇഷ്ടികൾ പെട്ടെന്ന് നമ്മൾ ചെറിയ സൈഡ് മൂലയൊക്കെ അങ്ങനെ തട്ടുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ഭാഗത്ത് നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അങ്ങനെ തട്ടുന്ന സമയത്ത് എന്തായിരിക്കും, ആ ബാറ്റുകൾ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റൂല. അത് കാരണം എന്താണ്, നല്ല ബ്രിക്കുകൾ മാത്രമേ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് കോസ്റ്റ്ലിയാണ്. എന്തെങ്കിലും കേടുപാടുകൾ വന്ന ബ്രിക്കാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വേസ്റ്റേജ് ആയിട്ട് മാറും. പിന്നെന്താണ്, സ്കിൽഡ് ലേബർ നോട്ട് റിക്വയർഡ് ആണ്. ഓക്കെ, അത്ര സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആവശ്യമില്ല. ഇപ്പം നമ്മളെപ്പോലത്തെ എന്താ പറയുക, നമുക്ക് തന്നെ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. തൂക്ക് കട്ടയും ഉണ്ട്, അതേപോലെ എന്താണ് ചട്ടകവും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു ജോയിൻസ് ഒക്കെ. ഓക്കെ, പിന്നെ ലെസ് മോർട്ടാറ് ആവശ്യമുള്ളൂ. സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷ് ബോണ്ടൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ബ്രിക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് എന്താണ് പെർഫെക്റ്റ് ഷേപ്പിലാണ്, യൂണിഫോം സൈസ് ആൻഡ് ഷേപ്പിലാണ് കിട്ടുന്നത്. കോർണേഴ്സൊക്കെ ഷാർപ്പായിരിക്കും. അതുകൊണ്ട് എന്താണ് നമുക്ക് ജോയിൻറ്റുകളുടെ ഇടയിൽ അത്ര മോർട്ടാറിൻ്റെ ആവശ്യമൊന്നും വരില്ല. ഒക്കെ അങ്ങനെ അടിക്കടിക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. ഇനി രണ്ടാമത് വരുന്നതാണ് ഫ്ലെമിഷ് ബോണ്ട്. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ആർ ലേഡ് ആൾട്ടർനേറ്റീവ്ലി ഇൻ ഈച്ച് കോഴ്സ്. എല്ലാ കോഴ്സിലും ഹെഡേഴ്സും സ്ട്രെച്ചേഴ്സും, ഓക്കെ, ഹെഡേഴ്സും സ്ട്രെച്ചേഴ്സും ഓൾട്ടർനേറ്റ് ആയിട്ട്, ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഹെഡർ വെച്ചു അടുത്ത് സ്ട്രെച്ചർ വെച്ചു അതേ ലെയറിൽ. ഓക്കെ, അത് ആ ഒരു കോഴ്സിൽ തന്നെ ഹെഡർ ആദ്യം വെച്ചു, പിന്നെ സ്ട്രെച്ചർ, പിന്നെ ഹെഡർ, പിന്നെ സ്ട്രെച്ചർ, അങ്ങനെ ഒരേ ഒറ്റ കോഴ്സിൽ തന്നെ അങ്ങനെയാണ് വെക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് കമ്പാരിറ്റീവ്ലി ലെസ് സ്ട്രോങ്. ഓക്കെ, അത്ര സ്ട്രെങ്ത് കൂടുതലായിരിക്കില്ല, കുറച്ച് കുറവായിരിക്കും. പിന്നെന്താണ് നല്ല അപ്പിയറൻസ് ആയിരിക്കും. അപ്പിയറൻസിൻ്റെ കേസിൽ ഇത് നല്ല രസമായിരിക്കും കാണാൻ. ഓക്കെ, നല്ലൊരു ഭംഗി ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെ അല്ല, ഒറ്റ കോഴ്സ് ഇപ്പോൾ എല്ലാ കോഴ്സും ഒരേപോലെ ആയിരിക്കും അല്ലേ. ഒരു കോഴ്സിൽ സ്ട്രെച്ചർ ഹെഡർ സ്ട്രെച്ചർ ഹെഡർ, അടുത്ത കോഴ്സിലും അതേപോലെ തന്നെ സ്ട്രെച്ചർ ഹെഡർ സ്ട്രെച്ചർ ഹെഡർ അല്ലേ. അങ്ങനെ വരുമ്പോൾ ഒരു അപ്പിയറൻസ് കിട്ടും, ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. പക്ഷെ മറ്റേതോ ഇംഗ്ലീഷ് ബോണ്ടാകുമ്പോഴോ, ഇംഗ്ലീഷ് ആകുമ്പോൾ എങ്ങനെയാണ്, ഒരു കോഴ്സ് മൊത്തം സ്ട്രെച്ചർ, അടുത്ത കോഴ്സ് മൊത്തം ഹെഡർ. അപ്പോൾ അതിൻ്റെ ഒരു അപ്പിയറൻസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെന്താണ് പാർട്ട്ലി കണ്ടിന്യൂസ് ആയിട്ടുള്ള വേർട്ടിക്കൽ ജോയിൻസ് ആയിരിക്കും ഉണ്ടാവുക. പാർട്ട്ലി കണ്ടിന്യൂസ് പറഞ്ഞാൽ എന്താ, ഏകദേശം കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. പിന്നെ എന്താണ് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. എന്താ വെച്ചാൽ കല്ലിങ്ങനെ പടുക്കണോണ്ട് നമ്മൾ ശ്രദ്ധ കുറച്ച് കൂടുതലാവണം. മറ്റേത് എങ്ങനെയായിരുന്നു, ഒരു ലെയർ മൊത്തം സ്ട്രെച്ചർ വെച്ചാൽ മതി, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലേ, ഒരു ലെയർ മൊത്തം സ്ട്രെച്ചറാണല്ലോ. പക്ഷേ ഇതെങ്ങനെയാണ്, നമ്മൾ അബദ്ധവശ ഒരു സ്ട്രെച്ചർ വെച്ചതിന് ശേഷം അടുത്തതും സ്ട്രെച്ചർ തന്നെ വെക്കുകയാണെങ്കിൽ അപ്പോൾ എന്തായി, അവിടെ തെറ്റ് വന്നില്ലേ. അപ്പോൾ അതാ പറഞ്ഞത് സ്പെഷ്യൽ അറ്റൻഷൻ ഈസ് റിക്വയർഡ്. പിന്നെന്താണ് പ്രോഗ്രസ് ഓഫ് ദ വർക്കും ലെസ് ആയിരിക്കും. മടിയന്മാരാണല്ലോ സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യണവർ. ഒരു കല്ല് ഇങ്ങനെ വെക്കണം, ഒരു കല്ല് അപ്പുറത്ത് വെക്കണം, തിരിച്ചു വെക്കണം, മറിച്ച് വെക്കണം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വെക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ആ ഒരു വർക്ക് എന്താണ് സ്പീഡ് കുറച്ച് കുറയും. ഓക്കെ, പിന്നെ സ്കിൽഡ് ലേബർ ആവശ്യമാണ്, പിന്നെ മോർട്ടാർ ആവശ്യമാണ്. ഓക്കെ, അങ്ങനെ ഇതിലും അങ്ങനെ ബാറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറവാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ മോർട്ടാറിൻ്റെ ആവശ്യം കൂടുതലെന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു രണ്ട് ബോണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും എല്ലാ കാലത്തും 6 മാർക്കിന് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങളെ ഭാവിയിൽ നല്ല ഉപയോഗപ്പെടും. ഈ ഒരു പോർഷൻ ഞാൻ പറയാം നിങ്ങളെ ഭാവിയിൽ എന്നും ഉപയോഗിക്കും. ഇപ്പം നിങ്ങൾ ഈ ഒരു ആർക്കിടെക്ചർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലവരും സിവിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പലവരും BArchക്ക് പോണവരുണ്ടാവും. BTech അതിന് ഒരു സബ്ജക്റ്റാണ് ഈ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബേസിക്കാണ് ഈ ഇംഗ്ലീഷ് ബോണ്ട് ഫ്ലെമിഷ് ബോണ്ട്. പിന്നെ ഈ ടേംസ്, പല ടേംസ് നമ്മൾ പഠിച്ചല്ലോ, റബിൾ, റാൻഡം റബിൾ, പിന്നെ ഈ ബ്രിക്കിൻ്റെ ഫ്രോഗ് അല്ലേ, അറൈസസ്, ബെഡ്, പിന്നെ ഹെഡർ, സ്ട്രെച്ചർ, ആർട്ടിങ്, ഫേസിങ്, ബാക്കിങ്, പിന്നെ ഏതാണ്, പിന്നെ കോപ്പിങ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ, കോർണിസ്, കോർബൽ, അതൊക്കെ സ്റ്റോണിൻ്റെ കേസിൽ പറഞ്ഞായിരുന്നു. ത്രോട്ടിങ് എന്താണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് വീണ്ടും പറയണം, നിങ്ങൾ ഭാവിയിൽ മുഴുവനായിട്ട് നിങ്ങൾ എത്രത്തോളം കാലം നിങ്ങൾ എക്സാം എഴുതുന്നോ അല്ലെങ്കിൽ എത്രത്തോളം കാലം പഠിക്കുന്നോ അത്രത്തോളം കാലം ഈ ഒരു ടോപ്പിക്ക് ഉണ്ടായോണ്ടിരിക്കും. ഓക്കെ.
അപ്പം ഇങ്ങനെ റൂൾസ് ഫോർ ബോണ്ടിങ്. ഓക്കെ, റൂൾസ് ഫോർ ബോണ്ടിങ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ബോണ്ടിങ് ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ലാപ്പ് ഷുഡ് ബി 1/4 ഓഫ് ദ ബ്രിക്ക്. ലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഫിഗറിൽ കാണിച്ചു തരാം. നമുക്ക് കുറേ എക്സാമ്പിൾ ആയിട്ടുണ്ടല്ലോ. ലാപ്പ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോ, ഇവിടെ വേർട്ടിക്കൽ ജോയിൻറ്റ് ഈ സ്ട്രക്ചർ ബോണ്ട് എടുക്കുക. ഓക്കെ, മുകളിലത്തെ സ്ട്രക്ചർ ബോണ്ട് എടുക്കുക. അതിൽ കണ്ടോ ഒരു വെർട്ടിക്കൽ ജോയിൻറ്റ്, ഒരു കല്ല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വെർട്ടിക്കൽ ജോയിൻ്റ് ആണ് സംഭവിക്കുന്നത് അല്ലേ, ആ ഒരു വെർട്ടിക്കലായിട്ടുള്ള ലൈന്. ആ വെർട്ടിക്കൽ ജോയിൻറ്റിനെ പറയുന്ന പേരാണ് എന്ത്? പെർപെൻഡ്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ ക്ലാസ്സിൽ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ വെർട്ടിക്കലായിട്ട് ആ ലൈനായിട്ട് നമ്മളിപ്പോൾ എലിവേഷൻ നോക്കുമ്പോൾ ഒരു ലൈനായിട്ടല്ലേ തോന്നുക, ആ ലൈനിനെ പറയുന്ന പേരാണ് എന്ത്? പെർപെൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പെർപെൻഡ് ഉണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ നോക്കുക, അതിൻ്റെ മുകളിലത്തെ ലെയർ, അവിടെ ഒരു പെർപെൻഡ് ഉണ്ട്. ഈ രണ്ട് പെർപെൻഡും ഒരേപോലെയാണോ നിൽക്കുന്നത്? ഓവർലാപ്പ് ചെയ്തിട്ടാണോ നിൽക്കുന്നത്? ഒരേ ലൈനിലാണോ നിൽക്കുന്നത്? അല്ല, അല്ലേ? അതിൻ്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ? ഈ വെർട്ടിക്കൽ ജോയിൻറ്റും അടുത്ത ലെയറിൻ്റെ വെർട്ടിക്കൽ ജോയിൻറ്റും തമ്മിലൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ? ആ പെർട്ടിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്? ലാപ്പ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ആ ലാപ്പിനൊരു പ്രത്യേകത ഉണ്ട്. ലാപ്പ് ഷുഡ് ബി 1/4 ഓഫ് ദ ബ്രിക്ക്. ഓക്കെ, 1/4 എങ്കിലും വേണം എന്നാണ് ഉദ്ദേശിച്ചത്. ഷുഡ് ബി 1/4 ഓഫ് ദ ബ്രിക്ക്. 1/4 എന്ന് പറഞ്ഞാൽ എന്താ? കാൽ. അപ്പോൾ ഒരു കല്ല് വെക്കുമ്പോൾ അതിൻ്റെ കാൽ വശം ഉള്ളിൽ നിൽക്കണം, അടുത്ത വെർട്ടിക്കൽ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത മുകളിലത്തെ ലെയറിൻ്റെ, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ചിലപ്പോൾ കഴിഞ്ഞതല്ല, അതിൻ്റെ മുന്നത്തെ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യനിൽ ചോദിച്ച ചോദ്യമാണ്. എങ്ങനെയാണ് ബ്രിക്കുകൾ തമ്മിൽ വെക്കേണ്ടത്? അതിൻ്റെ ബോണ്ടിങ് ചെയ്യണ സമയത്ത് നമ്മൾ ഒരു പടവ് ചെയ്യുകയാണ്, ഇഷ്ടികേൻ്റെ പടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ പടുക്കണ സമയത്ത് ഏതൊക്കെ രീതിയിലാണ് കല്ലുകൾ വെക്കേണ്ടത്? അപ്പോൾ അതിൽ ആദ്യം പറയേണ്ട കാര്യം, ലാപ്പ് ഷുഡ് ബി 1/4 ഓഫ് ദ ബ്രിക്ക്. രണ്ടാമത്തെ പോയിന്റ് എന്തായിരിക്കണം? ബ്രിക്കിന് ഒരു യൂണിഫോം ഷേപ്പും സൈസും ഒക്കെ കിട്ടണം. ഓക്കെ, ബ്രിക്കിന് ഒരു യൂണിഫോമും ഷേപ്പും സൈസും ഉള്ള ഒരു ബ്രിക്കുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ മൂല പൊട്ടിയതോ അല്ലെങ്കിൽ ക്രാക്കുകളുള്ള ബ്രിക്കുകളോ അങ്ങനത്തെ ബ്രിക്കുകളൊന്നും നമ്മൾ ബേസിക്കലി ഉപയോഗിക്കാൻ പാടില്ല. പിന്നെന്താണ്? അത് നല്ല ക്വാളിറ്റി ബ്രിക്കായിരിക്കണം അല്ലേ? ഹാർഡ്, വെൽ ബേൺഡ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്, മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് ബ്രിക്ക് എന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്നു ഫ്രോഗ് എന്ന് പറഞ്ഞിട്ട്. ഫ്രോഗ് എന്തായിരുന്നു? ഒരു ബ്രിക്കിൻ്റെ മുകളിലത്തെ വശം, നമ്മളൊരു കമ്പനീൻ്റെ പേരൊക്കെ എഴുതുമല്ലോ, ഒരു ഡിപ്രഷൻ കൊടുത്തിട്ട് ചെറിയൊരു താഴ്ചയിലെ ഒരു കമ്പനീൻ്റെ പേരുകൾ കൊടുക്കും അല്ലേ, അതിനെ ഫ്രോഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്രിക്കിൻ്റെ മോൾ വശത്തായിരിക്കും ഫ്രോഗ് ഉണ്ടാവേണ്ടത്. ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ മുകളിൽ നമ്മൾ സിമെൻറ്റ് മോർട്ടാർ ഇടുമ്പോൾ അപ്പോൾ അതെന്തായിരിക്കും? ഒരു താക്കോലായിട്ട്, ഒരു കീ ആയിട്ട് എന്തായിരിക്കും അതിൻ്റെ ഫങ്ഷൻ ആ രീതിയിലായിരിക്കും, കീ ആയിട്ടായിരിക്കും, ഒരു പിടുത്തം കിട്ടാനായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ബ്രിക്ക് ഷുഡ് ബി ലേഡ് ഓൺ ദർ ബെഡ്സ് വിത്ത് ഫ്രോഗ് പോയിൻറ്റിങ് അപ്വേർഡ്. ഓക്കെ, ഫ്രോഗ് എപ്പോഴും പോയിൻറ്റിങ് അപ്വേർഡ് ആയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? യൂസ് ഓഫ് ബ്രിക്ക് ബാറ്റ് ഉണ്ടല്ലോ, ബ്രിക്കിൻ്റെ ബാറ്റ് ഞാൻ പറഞ്ഞു, മുറിക്കണ കഷ്ണത്തിന്, ആ കഷ്ണം ഷുഡ് ബി അവോയ്ഡഡ്. ഓക്കെ, അത് ഉപയോഗിക്കുന്നത് നമ്മൾ മാക്സിമം കുറയ്ക്കണം. ലീസ്റ്റ് നമ്പർ ഓഫ് ബാറ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കണം. ഓക്കെ, പിന്നെന്താണ്? സ്ട്രെച്ചർ നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് ഫേസിങ്ങിലായിരിക്കും. അതേപോലെ ഹെഡർ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും? ഹാർട്ടിങ്ങിലായിരിക്കും. ഹെഡർ നമ്മൾ ഉപയോഗിക്കുന്നത് ഉള്ളിലായിരിക്കണം. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഇപ്പോൾ വോളിൻ്റെ തിക്നെസ് 30 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ അത്രയൊന്നും നമുക്ക് എന്ത് കിട്ടൂല? കനം കിട്ടൂല. ഏത്? നമ്മൾ ഇഷ്ടികയൊക്കെ വെക്കുമ്പോൾ. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പല ലെയറായിട്ടായിരിക്കും വെക്കുക. അപ്പോൾ ഉള്ളിലത്തെ ഇൻറ്റീരിയർ പോർഷനിൽ നമ്മൾ വെക്കണത് ഏതായിരിക്കണം? ഹെഡറായിരിക്കണം. പുറമേക്ക് നമ്മൾ ബേസിക്കലി വെക്കണത് സ്ട്രെച്ചറായിരിക്കണം. ഓക്കെ, ഫേസിങ്ങിൽ. പിന്നെന്താണ് ഇതിൽ കാണിച്ചിട്ടുള്ള നാലാമത്തെ പോയിന്റ്? സെൻട്രൽ ലൈൻ ഓഫ് ദ ഹെഡർ ഷുഡ് കോയിൻസൈഡ് വിത്ത് ദ സെൻട്രൽ ലൈൻ ഓഫ് ദ സ്ട്രെച്ചർ ഇൻ ദ കോഴ്സ് ബിലോ ആർ അബവ് ഇറ്റ്. ഓക്കെ, സ്ട്രക്ചറിൻ്റെ സെൻട്രൽ ലൈൻ എവിടെയാണോ ഉള്ളത് അത് കോയിൻസൈഡ് ചെയ്യണം. എവിടെ? നമ്മളുടെ മുകളിൽ വെച്ച ഹെഡറിൻ്റെ സെൻറ്ററുമായിട്ട് കോയിൻസൈഡ് ചെയ്യണം. മുകളിലോ അല്ലെങ്കിൽ താഴെയായിട്ട്. ഓക്കെ, കോയിൻസൈഡ് ചെയ്യണം.
ഓക്കെ, ആ രീതിയിൽ വേണം നമ്മൾ കല്ലുകൾ വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രെച്ചറിൻ്റെ നേരെ നടുക്കാണ് നിങ്ങൾ ഹെഡർ വെച്ചെങ്കിൽ അതിൻ്റെ സെൻറ്ററും ഈ സ്ട്രെച്ചറിൻ്റെ സെൻറ്ററും കോയിൻസൈഡ് ചെയ്യില്ലേ. അപ്പോൾ ആ ഒരു സംഭവം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നല്ലൊരു ബോണ്ടിങ് കിട്ടണമെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. മിനിമം ഈ ഒരു 5 പോയിന്റെങ്കിലും നിങ്ങൾ നോക്കിയിരിക്കണം. ഓക്കെ, പിന്നെന്താണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കമ്പാരിസൺ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബ്രിക്ക് മേസൺറിയും സ്റ്റോൺ മേസൺറിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്.